എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. പവി ടേക്ക് കെയർ വേണം, കെയർ ടേക്കർ വേണം? സിനിമ കണ്ട സ്ഥിതിക്ക് ടേക്ക് കെയർ അത്രേ ഉള്ളൂ. യെസ്, എന്തായാലും സിനിമയുടെ റിവ്യൂ ആണ്. സിനിമ കണ്ടു വന്നിരിക്കുകയാണ്. സിനിമ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആദ്യം പോസിറ്റീവിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഇതിൽ പോസിറ്റീവായിട്ട് പറയാനുള്ള സംഭവം, ഇതിൽ ദിലീപിൻ്റെ കൂടെയുള്ള ഒരു പട്ടിയുണ്ട്, ബ്രോ. അവർ തമ്മിലുള്ള ആ കണക്ഷൻ അത് ഭയങ്കരമായിട്ട് വർക്കായിരുന്നു. അത് അതായത് ഒരു സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ഫീൽ ചെയ്യിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അത്. അതെ, അതിൽ 2 സീനുണ്ട്. അതായത് ലാസ്റ്റിലേക്ക് എത്തുമ്പോഴുള്ള 2 സീന് ഗംഭീരാണ്. ശരിക്കും നമുക്ക് വിഷമം തോന്നും ഇവര് തമ്മിലുള്ളത് കേട്ടോ. അതെ, അത് ഭയങ്കര അറ്റാച്ച്മെന്റാണ് അത് കാണുന്നത്. അത് നമുക്ക് എന്താ പറയാ, അതൊരു ഭയങ്കര ഇമോഷണൽ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഉള്ളിലേക്ക്. അതെ, സ്നേഹമുള്ള ഏതൊരു മനുഷ്യനും ഉള്ളിന്റെ ഉള്ളിലൊരു വേദന തോന്നും. അതെ. പിന്നെ അതുപോലെ തന്നെ പോസിറ്റീവ് എന്ന് പറഞ്ഞ ഒരു ഫൈറ്റ്, നല്ല ഒരു ഗംഭീര ഫൈറ്റ് സീൻ, അത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. യെസ്. പിന്നെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റില്ല അല്ലേ? കുറച്ച് പേരുടെ എടുത്ത് പറയേണ്ട ആൾക്കാരുണ്ട്. കാരണം ഫസ്റ്റ് നമുക്ക് ദിലീപിന്റെ തുടങ്ങണോ അതോ പോസിറ്റീവ് ആണെങ്കിൽ തുടങ്ങാൻ പറ്റില്ലല്ലോ? അത് പറ്റില്ല. അപ്പം നമുക്ക് അതിൽ പുതുമുഖ നായികമാരായിട്ട് വന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ മോശമില്ലാതെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പുതുമുഖ നായികമാരെ കൊണ്ടുവന്നത് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് സ്ഥിരം പരിചയമുള്ള നായികമാരിൽ നിന്ന് വിട്ടിട്ട് ഇതുവരെ കാണാത്ത, അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന നായികമാരെല്ലാം പുതുമുഖങ്ങളാന്ന് തോന്നുന്നു. ഇതിന് മുന്നേ സിനിമകളൊന്നും നമുക്ക് കണ്ടിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പുതുമുഖ നായികമാര് ഇതിൽ ഒരുമിച്ച് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഓണ പാട്ടുകളിലൊക്കെ ഏതാണ് ഈ നടി, ആ നടി ഏത്, എല്ലാവരും ഒരേപോലെ മനസ്സിലാവുന്നില്ല. കാരണം ഇവരെ അത് നമുക്ക് പിന്നീട്, അതായത് യുണീക്ക് സ്റ്റൈലില്ല, യുണീക്കായിട്ടുള്ള ലുക്കില്ല. നമ്മൾ എല്ലാം ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവുമല്ലോ. പിന്നെ ഇവർക്കൊന്നും ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഒന്നും ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നുമില്ല. അവിടെ നിന്ന് കാണുന്ന ആ ഒരു സംഭവം മാത്രം. നമുക്ക് ഇപ്പൊ പറയാതെ തന്നെ അറിയാലോ, കെയർ ടേക്കർ ആയിട്ടാണ് ആൾ അഭിനയിക്കുന്നത്. അപ്പൊ അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ എനിക്ക് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് ജോണി ആന്റണി. ആൾക്ക് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ നല്ല രീതിയിൽ കേട്ടോ. അത് ഓവർ ചളിയൊന്നും അടിച്ചിട്ടുമില്ല, എന്നാൽ ഒരു മീഡിയത്തിൽ ആള് പോയിട്ടുണ്ട്. നല്ലൊരു കഥാപാത്രം. പിന്നെ മാത്രമല്ല ആ ഒരു ഫാമിലിയെ കുറിച്ച് പറയുന്നതും ആളുടെ ഒരു കഷ്ടപ്പാടും അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇതുപോലെ ഒരു ഇമോഷണലി കണക്റ്റ് ആവുന്ന കുറച്ച് സീനുകളുണ്ട്. പിന്നെ അവിടെ മാത്രമാണ് നമ്മുടെ പവിയുടെ നന്മ കാണുന്നത്. ബാക്കിയൊക്കെ അതായത് ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരു കഥാപാത്രമല്ല ഈ ദിലീപ് ചെയ്യുന്ന കഥാപാത്രം. പവി കെയർ ടേക്കറാണ്. അതായത് കെയർ ടേക്കറായിട്ടുള്ള ജോലി ആൾ ആ ജോലിക്ക് ആപ്റ്റേ അല്ല, വളരെ മോശം. ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള അറിയില്ല. ഏത് സമയത്തും കൂടെ ജോലി ചെയ്യുന്നവരോട് ചീത്ത. അതായത് എല്ലാം കൊണ്ടും നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടർ. എന്തായാലും ദിലീപിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ദിലീപിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ബാക്കി പറഞ്ഞ് കുറച്ച് പറയാനും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിന്റെ നമ്മളൊരു 10-12 വർഷം മുന്നേ കണ്ടു കഴിഞ്ഞിട്ടുള്ള സിനിമ, അന്നത്തെ സൂപ്പർ ഹിറ്റുകൾ, ദിലീപ് ചെയ്തു വെച്ചിട്ടുള്ള ഹിറ്റുകൾ, ആ സിനിമകളെല്ലാം വീണ്ടും ഒന്നും കൂടി നമ്മൾ കണ്ടതുപോലെയാണ് തോന്നുന്നത്. ഒരു 7-8 സിനിമയുടെ സീനുകളെങ്കിലും നമ്മൾ ഈ സിനിമ കണ്ടുപോകുന്നുണ്ട് അതുപോലെ. കാരണം അത് കണ്ടവർക്ക് ഇപ്പം മനസ്സിലാവും. കാരണം അതിനകത്ത് അന്ന് എന്താണോ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുള്ളത് അത് ഇവിടെ ചെയ്ത് വെറുപ്പിച്ചേക്കാണ്. കാരണം ആളുടെ മുഖം കൊണ്ടോ ശരീരം കൊണ്ടോ ആ അന്ന് ചെയ്തു വെച്ച ആ മെയ്വഴക്കോ ഒന്നുമില്ല. ഇത് നമ്മൾ തുമ്പീനെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് അത് നമുക്ക് ഫേസിൽ കാണാം ബുദ്ധിമുട്ടുന്നത്. അതായത് ദിലീപ് ചെയ്യുന്ന കോമഡികൾ എങ്ങനെയുള്ളതാ, നമ്മുടെ ഈ ടോം ആൻഡ് ജെറി ഐറ്റം ഉണ്ടല്ലോ, തട്ടുന്നു, വീഴുന്നു, കുത്തിമറിയുന്നു, ഇടിക്കുന്നു. ഇതൊരു 100 തവണ അതിൽ ഇടിക്കുന്നു, വീഴുന്നു, അതുപോലെ അബദ്ധം പറ്റുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. അത് ഒരു 100 തവണയിൽ ഏറെ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും, അത്രത്തോളം ഉണ്ട്. അപ്പോൾ അത് ഇതിനു മുൻപ് പലതവണ പല സിനിമകളിലായിട്ട് ആവർത്തിച്ച സംഭവം തന്നെയാണ്. പക്ഷെ അന്നൊക്കെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു. അന്നൊക്കെ ഇത് ചെയ്ത സമയത്ത് ആളുടെ സിനിമകളൊക്കെ ഹിറ്റാണ്. ചിരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, അത് നമുക്ക് ചിരി വരും. കാരണം പറക്കുന്നളികയിൽ ഇത് ഈ സംഭവം ചെയ്തിട്ടുണ്ട്, വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ CID മൂസിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അന്നത് വെടിപ്പായിട്ട് ചെയ്യുമായിരുന്നു ആള്. പക്ഷെ ഇപ്പം അത് ആൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിലൊന്നും ചിരി വരുന്നില്ല.
അതാണ് പ്രശ്നം. അത് ദിലീപിന്റെ ക്യാരക്ടർ നമുക്ക് അത്ര ഇതായി തോന്നിയില്ല. കാരണം എനിക്ക് പേഴ്സണലി തോന്നിയൊരു സാധനമാണ്, ദിലീപ് ശരിക്കും ഇങ്ങനത്തെ ക്യാരക്ടർ വിട്ടിട്ട് ഒന്നിലെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള, ഇപ്പൊ സുരാജ് വെഞ്ഞാറമൂടൊക്കെ ചെയ്യുന്ന ക്യാരക്ടർ, അങ്ങനത്തെ കുറച്ച് സീരിയസ് ക്യാരക്ടറിലേക്ക് പോകണം. ആളുടെ ഏജിന് പറ്റുന്ന സാധനമല്ല ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഇഷ്ടം കൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് ദേഷ്യം കൊണ്ട് പറയണതല്ല. അതായത് നമുക്കിപ്പോ അതായത് ഇപ്പോഴും മലയാള സിനിമയിൽ ദിലീപ് ചെയ്തു വെച്ചിരിക്കുന്ന കുറേ കഥാപാത്രങ്ങളുണ്ടല്ലോ, അതിന് ദിലീപ് അവിടെ ഒഴിഞ്ഞെടുക്കാണ്, അവിടെ ഇല്ല ഇപ്പോൾ. പക്ഷേ അത് ഇനി ദിലീപിനും കഴിയില്ല. അത് നമുക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ വ്യക്തമായി മനസ്സിലായി. CID മൂസയൊക്കെ അതായത് 2ാം ഭാഗം വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, കൈ വെക്കാതിരിക്കുകയാണ് നല്ലതെന്നാണ് തോന്നിയത്. വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് CID മൂസയിലൊക്കെ ആള് എമ്മാതിരി ആ സാധനമൊന്നും ഇനി ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കഴിയില്ല, ഒരിക്കലും വിഷമത്തോടെ പറയാണ്. സത്യം ഭയങ്കര സങ്കടം തോന്നുന്നു. റിസ്ക് ആണ്. ആള് തിരിച്ചു വരണം. എനിക്ക് തോന്നുന്നു വേറെ രീതിയിൽ ഒന്ന് പിടിച്ചാൽ നല്ലതായിരിക്കും. അതായത് സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം സിനിമകൾ. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ സിനിമകളുണ്ടല്ലോ, ആ രീതിയിലുള്ള സിനിമകൾ ഒരുക്കിയാൽ മാത്രമേ ഇനി ദിലീപിൻ്റെ സിനിമ നല്ല അഭിപ്രായം കിട്ടുള്ളൂ. തീർച്ചയായിട്ടും. എന്തായാലും ഇതിൽ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് അതായത് അഡ്രസ്സില്ല. എങ്ങനെ എവിടുന്ന് വന്നു, എതിലേ പോകുന്നു, ആരാണ് ഇവര് എന്നുള്ള അഡ്രസ് ഇല്ല. ഇവരൊക്കെ ഏതാണ് എന്താണ് എന്നുള്ളൊരു നമുക്കൊരു ധാരണ കിട്ടും. അങ്ങനത്തെ രീതിയിലാണ് ഈ സാധനം പോയിട്ടുള്ളത്, സിനിമ തന്നെ പോയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട നമ്മുടെ രാധിക ശരത് കുമാർ, ആളെ എനിക്ക് തോന്നുന്നു ഒരു സാധാരണ കഥാപാത്രം, പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അതുപോലെ തന്നെ സ്പടികൻ ജോർജിനെ കൊണ്ടുവന്നിട്ട് വെറുതെ ഒരു ബിസ്ക്കറ്റും ചായയും കുടിക്കാൻ വേണ്ടിയിട്ട്, എന്തിനാണ് ആളെയൊക്കെ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു ഐഡിയ ഇല്ല കേട്ടോ. വേറെ ആർക്കും ചെയ്തു പോകാവുന്ന ക്യാരക്ടറാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വിനീത് കുമാറാണ്. ആളെന്തായാലും ഇതിലൊരു കാമിയോ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ആരൊക്കെയാ? ധർമ്മജൻ ബോൾഗാട്ടി. ആളുമായിട്ടുള്ള ഒരു ബന്ധം വെച്ച് പ്രത്യേകിച്ച് ഒരു കഥയുമായി ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് അതില് ശരിക്കും. വഴി കൂടെ പോകുന്നു, ആര് ബന്ധമുള്ളൂ, സ്വന്തം നാട്ടുകാരനായിട്ടാണ് കേട്ടോ അഭിനയിക്കുന്നത്. എന്തായാലും ആൾക്ക് സാലറി അല്ല, അതിന് അഭിനയിച്ചിന് ക്യാഷ് ഒന്നും കൊടുത്തില്ല. പൊറോട്ടയും ചിക്കൻ കറി അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ തോന്നുന്നുണ്ട്. എന്താണെങ്കിലും പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ മ്യൂസിക് ആണ് കേട്ടോ. മിഥുൻ മുകുന്ദൻ വമ്പൻ പരാജയമാണ്. ആള് ഈ സിനിമയിലെ മ്യൂസിക് കണ്ടിട്ട് നോക്കുമ്പോ എങ്ങനെ എടുത്ത് നോക്കിയാലും, സോങ്ങിന്റെ നോക്കിയാലും, BGMന്റെ എന്തിലേക്ക് നോക്കിയാലും ഒരു എന്തൊക്കെയോ കുറവുള്ളത് പോലെ തോന്നുന്നു. അതായത് ഒരു ഇമ്പാക്റ്റും ഇല്ല, ചേർന്ന് നിൽക്കുന്നേ ഇല്ല, അങ്ങനെ തോന്നി. പിന്നെ മറ്റൊന്ന് ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആൾറെഡി പറഞ്ഞല്ലോ, കുറേ കോമഡി സീനുകളെല്ലാം ഒരുപാട് സിനിമകൾ ദിലീപ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്, സിനിമകളിലെ ഹിറ്റ് സീനുകളുണ്ട്, അത് അതുപോലെ ചെയ്തു വെച്ചിരിക്കുകയാണ് ഒന്ന്. പിന്നെ സ്റ്റോറി അത് തന്നെ ആള് ചെയ്തു വെച്ചിരിക്കുന്ന ബോഡിഗാർഡ് എന്ന സിനിമയുടെ സ്റ്റോറിയാണ്. സെയിം സാധനം. റിംഗ് മാസ്റ്റർ, ബോഡിഗാർഡ്, പിന്നെ നമുക്ക് എന്താ പറയാ CID മൂസ, അതൊക്കെ പിന്നെ സീനുകളെ അതിന്റെ സീനുകളെ പക്ഷേ വരുന്നത് ബോഡിഗാർഡും റിംഗ് മാസ്റ്ററും. അതിൽ ബോഡിഗാർഡ് അതേപടി അതിൽ ചെറിയൊരു മാറ്റമുള്ളൂ. അതിൽ ഫോൺ വിളി ആയിരുന്നു, ഇതില് വേറൊരു സംഭവം അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന്റെ ക്ലൈമാക്സിലോട് വരുമ്പോഴും നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഓർമ്മ. നേരെ ക്ലൈമാക്സ് കൊണ്ടുപോയിട്ട് നേരെ ഒരു ട്രെയിനിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ പക്കാ ബോഡിഗാർഡ് പക്കയായി. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞല്ലോ, മറ്റേ ബോഡിഗാർഡിന്റെ സാധനം പറഞ്ഞ കാര്യം, ഒരു സാധനം തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുക. അതാണ് കുറേ സമയം വരുന്നു പോകുന്നു, വീണ്ടും വരുന്നു പോകുന്നു, ഫുഡ് കഴിക്കുന്നു. സംഭവങ്ങൾ, അതായത് ഒരു ഫ്ലാറ്റും ആളുടെ റൂമും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി കളിക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ആ സിനിമയിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആവർത്തന വിരസത ഭയങ്കര പ്രശ്നമാണ്. എന്താണെങ്കിലും സിനിമ ആവർത്തന വിരസത എന്നല്ല, നമ്മൾ ആവർത്തന വിരസത തുടങ്ങുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നു, നമുക്ക് ഈ സീൻ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതാണല്ലോ തോന്നുമ്പോഴേ നമ്മുടെ ഉള്ളിൽ അതായത് രണ്ട് രീതിയിൽ ആവർത്തന വിരസത ഉണ്ട്. ഒന്ന്, ഇതിനു മുൻപ് നമ്മൾ കണ്ട സിനിമകളിൽ ഇതുപോലത്തെ സീനുണ്ട്, അത് ആവർത്തിക്കുന്നു എന്നുള്ള പ്രശ്നം. പിന്നെ ഇതിൽ പശ്ചാത്തലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി കളിക്കുകയാണ്. അതിൽ പുതിയ കാര്യങ്ങളൊന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഒരൊറ്റ സ്ഥലത്ത് ഒരൊറ്റ റൂമിൽ വരെ സിനിമ നടന്നിട്ടുണ്ട്, പല സിനിമകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നടക്കുന്ന കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടാവും. ഇതല്ല, അതന്നെ ആവർത്തിക്കുകയാണ് വീണ്ടും വീണ്ടും. ഭയങ്കര പ്രശ്നമാണ്. അതെ, എന്താണെങ്കിലും സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അവിടെ ദിലീപ് തന്നെയാണ്. ആ ഒരു
ടെൻഷൻ ആൾക്ക് ഉണ്ടാവുമായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സിനിമകൾ ഇത് എന്തായാലും ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് വന്നിട്ട് കഥ പറയാണ്ടിരിക്കില്ലല്ലോ, പറയുമ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കായിരുന്നു. ഇത് ഞാൻ അന്ന് ഇത് ചെയ്തിട്ടുള്ളതാണല്ലോ ഇങ്ങനത്തെ. അല്ല, അതിനാദ്യം ആള് ഞാൻ അങ്ങനെയുള്ള സിനിമകൾ ചെയ്താലേ വിജയിക്കുള്ളൂ എന്നുള്ള ആ ധാരണ മാറ്റണം. അതൊരു സത്യമുള്ള കാര്യം. അത് മാറ്റിയ ആൾക്കാരെ ഇപ്പോ ഫീൽഡിൽ പിടിച്ച് നിൽക്കുന്നുള്ളൂ. കാരണം നമുക്ക് തമിഴിലേക്ക് വേണമെങ്കിൽ പോയി നോക്കാം. എത്രയോ പേരിങ്ങനെ കുറെ പടങ്ങൾ വിജയിക്കാണ്ടിരുന്നിട്ട് അവര് ഫീൽഡിൽ നിന്ന് തന്നെ മാറിപ്പോയിട്ട് അവര് തിരിച്ചു വന്നിരിക്കുന്ന വരവൊക്കെ ഉണ്ടല്ലോ വേറെ രീതിയിലാ. അന്ന് അവര് തിരിച്ചു വരുമ്പോ ആണെങ്കിൽ അവര് പണ്ട് ചെയ്ത പോലത്തെ സംഭവങ്ങൾ ചെയ്തിട്ട് വരാം. അവരൊക്കെ വെറൈറ്റി സാധനം പിടിച്ചിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. അത് ദിലീപിന് കഴിയും ചെയ്യും, അതിനുള്ള പൊട്ടൻഷ്യൽ. പക്ഷെ അതായത് ആള് നല്ല കോമഡി സിനിമകൾ ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള വേറെ ലെവല് സിനിമകൾ ചെയ്ത ആളാണ്. അല്ലേ? കഥാവിശേഷണൊക്കെ അതൊക്കെ എന്ത് സിനിമയാണ്. അങ്ങനത്തെ രീതിയിലുള്ള സിനിമ ഇനി ഈ കാലഘട്ടത്തിൽ ഏൽക്കുള്ളൂ. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ചേഞ്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. കാരണം ഇപ്പൊ ഞാനാണെങ്കിൽ മച്ചാണെങ്കിൽ ഞാൻ പറയാം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അത് കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് തന്നെ അറിയാം ഇത് ചെയ്താൽ ബോറാവോ. അത് ആളുടെ മുഖത്ത് നമുക്ക് മനസ്സിലാവും, മുഖത്ത് കാണാം, ബോഡി ലാംഗ്വേജിൽ കാണാം, ഓടുന്നോടത്തും വീഴുന്നോടത്തും കാണാം. ഊരക്ക് ഒരു വയ്യാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ചില സമയങ്ങളിലൊക്കെ പക്ക. അതായത് ആള് ചെയ്താൽ ശരിയാവുക എന്നുള്ള ടെൻഷൻ ആളുടെ മുഖത്തുണ്ട്. അത് നമുക്ക് സ്ക്രീനിൽ കാണാം. ഇത് ഞാൻ ചെയ്താൽ റെഡി ആവോ ഇല്ലയോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന പോലെ. ഒന്നില്ലെങ്കിൽ ചെയ്താൽ സൂപ്പർ ആയിരിക്കും എന്ന് വിചാരിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്താൽ കുളമാവെന്ന് വിചാരിച്ച് ചെയ്യണം. ഇത് രണ്ടിന്റെ നടുക്ക് നിൽക്കുന്ന പോലെയാണ് നമുക്ക് ഫേസ് കാണുമ്പോൾ തോന്നുന്നത്. അത് പ്രായത്തിന്റെ ആയിരിക്കാം. അപ്പം അതിൽ നിന്ന് മാറിയിട്ട് നല്ല കിടിലൻ നല്ല വില്ലനൊക്കെ ആയിട്ട് വാന്ന് എത്രയോ ഏതൊക്കെ കഥാപാത്രങ്ങൾ ചെയ്യാം, പിന്നെന്താ, എന്നിട്ട് പരാജയപ്പെടുന്നതിൽ തെറ്റില്ല. വെറൈറ്റി ആണല്ലോ വിചാരിക്കാൻ പറ്റും. ഇത് ആവർത്തിച്ച് ഇത് തന്നെ ശ്രമിച്ചിട്ട് പരാജയപ്പെടുമ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്തിട്ടാണല്ലോ പരാജയപ്പെട്ടതെങ്കിലും ചിന്തിക്കാലോ. പിന്നെ തീർച്ചയായിട്ടും എന്തായാലും മാറണം, ഒരുപാട് മാറാനിരിക്കുന്നു. മാറിയാൽ അടിപൊളിയായിട്ടാണ്. ഇത് അന്ന് കൊണ്ടുപോയി നടന്ന ആൾക്കാർ തന്നെ പ്രേക്ഷകർ തന്നെ ഇനിയും കൊണ്ടുപോകും. കാരണം ഇത് പ്രേക്ഷകർ മാറുന്നതുകൊണ്ടല്ല, സിനിമ മാറുന്നതിൻ്റെയാണ് ഈ വ്യൂവേഴ്സിന്റെ പ്രശ്നം വരുന്നത്. അപ്പം ഈ സിനിമ ഈ കാലത്തിനനുസരിച്ച് മാറുന്നതിനനുസരിച്ച് സിനിമയും കൂടി മാറ്റം വന്നാൽ എല്ലാവരും ഒരേ എന്താ പറയാ, രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. എന്തായാലും വളരെ വിഷമത്തോടെ തന്നെ പറയാണ്. തീർച്ചയായിട്ടും ദിലീപിൻ്റെ ആ ഒരു സ്ഥാനം ഉണ്ടല്ലോ, അത് ദിലീപിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആളുടെ ആ റോള് ആൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നു ആ റോള് ചെയ്യാൻ ഇനി ദിലീപും ഇല്ല, ദിലീപിനെ കൊണ്ടും പറ്റില്ല. അത്രേ ഉള്ളൂ. ഇനി പുതിയതായിട്ട് വരട്ടെ. തീർച്ചയായിട്ടും പുതിയതായിട്ട് വരട്ടെ. വരുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാവും, വെയിറ്റിങ്ങിലാണ്. എന്തായാലും പോവല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. എല്ലാവരും പോയിട്ട് സിനിമ കാണുക കേട്ടോ. നമ്മുടെ ഒരു അഭിപ്രായം മാത്രം കേട്ടിട്ട് സിനിമേനെ വിലയിരുത്താൻ നിൽക്കാതെ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ എന്തായാലും പോവാം. ബൈ.